കോഴി വ്യാപാരികളിൽ നിന്നും കടകളിലെത്തി മാലിന്യം ശേഖരിക്കുന്നതിന് ഉയർന്ന ഫീസ് വാങ്ങുന്നതിൽ പ്രതിഷേധിച്ച് മലപ്പുറം ജില്ലയിലെ മുഴുവൻ കോഴി വ്യാപാര സ്ഥാപനങ്ങളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ. വേസ്റ്റ് നിർമ്മാണത്തിന് വേണ്ടി സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള യൂസേഴ്സ് നിലനിർത്തുക, റെൻഡറിംഗ് പ്ലാന്റ് ഉടമകളുടെ അനാവശ്യ യൂസർ ഫീ വർധന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി ചൊവ്വാഴ്ച മുതൽ കടകളടച്ച് പ്രതിഷേധിക്കുന്നത്. നമ്മളെ മേഖലയിൽ ഒരു പ്രതിസന്ധിയാണ്. ഇന്നിപ്പോ നാളെ കട പോകാന്ന് പറയുമ്പോൾ ഫാമിലിയിലേക്ക് ഒരിക്കലും പോകാന്നുള്ള പ്ലാനിങ്ങോ ഒന്നുമല്ല. നമ്മളൊക്കെ ഈ സംഘടനകൾക്ക് വേണ്ടിയിട്ട്, നമ്മളെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ കച്ചവട മേഖല സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളെ പരിസരത്ത് ഏതെങ്കിലും കടകൾ തുറക്കുന്നുണ്ടെങ്കിൽ അവന്റെ വേസ്റ്റ് വണ്ടി ആരെടുക്കുന്നത്, ഏത് വണ്ടിയാണ് വരുന്നത്, അല്ലെങ്കിൽ അവന് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് പൂർണ്ണമായി വിജയിപ്പിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ദിവസങ്ങൾ സംഘടിച്ചിട്ട് ആവശ്യമെങ്കിൽ ആവശ്യമുള്ള പ്രവർത്തകർ അവിടുന്ന് ഇവിടുന്ന് വിളിച്ചു വരുത്തിയിട്ട് ഇറക്കാത്ത ആളുകളെ ബലമായിട്ട് അടപ്പിക്കാം. വേസ്റ്റ് കൊണ്ടുപോകാൻ അയക്കാൻ പാടില്ല. ഹോട്ടലുകൾക്ക് ഇറച്ചി ആരെങ്കിലും കൊണ്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തടയപ്പെടണം. ഈ സംവിധാനമൊക്കെ ചെയ്യുമ്പോൾ സമരം വിജയിക്കുള്ളൂ. ഇതിൽ നമ്മൾ 100 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം കൂടി പഴുതടച്ചോടെ ഒരു ദിവസം കൂടി സമരം വിജയിപ്പിക്കാൻ നമുക്ക് ആർക്കും പ്രതീക്ഷയില്ല. അപ്രതീക്ഷിതമായ സമരം ജനങ്ങളെ ബാധിച്ചു. വർദ്ധിപ്പിച്ച ഫീസ് പിൻവലിക്കണമെന്നും കടയിലെ മാലിന്യം സുഗമമായി നീക്കം ചെയ്യണമെന്നും കലക്ടർ ഉത്തരവിട്ടിട്ടും കമ്പനികൾ ധിക്കാരപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി. കുറ്റിപ്പുറത്ത് തുറന്നു പ്രവർത്തിച്ച ചിക്കൻ സ്റ്റാൾ സമരസമിതി അടപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ കോഴി വ്യാപാരികൾ ഇന്നൊരു കടുത്ത പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 9 ദിവസക്കാലമായിട്ട് മലപ്പുറം ജില്ലയിൽ കോഴി വേസ്റ്റ് എടുക്കുന്ന കമ്പനികൾ ഒരു കാലത്ത് ഞങ്ങൾക്ക് ഈ കോഴിക്കച്ചവടക്കാരായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ വ്യാപാരികൾക്ക് കോഴി വേസ്റ്റിന് ഒരു കിലോക്ക് നമുക്ക് ഇങ്ങോട്ട് പ്രലോഭനങ്ങൾ പൈസയും തന്ന് എടുത്തിരുന്ന കോഴി വേസ്റ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ അനിശ്ചിതകാല പണിമുടക്കും പേര് പറഞ്ഞുകൊണ്ട് അതിന് ഒരു ഡിപ്പിംഗ് ഫീ നിശ്ചയിക്കുകയും ആ ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ DLFMCക്ക് കീഴിലായിട്ട് ഒരു സംവിധാനം, സിംഗിൾ വിൻഡോ സംവിധാനത്തിലൂടെ മാത്രമേ ഇനി ജില്ലയിലെ വേസ്റ്റുകൾ എടുക്കാൻ കഴിയുള്ളൂ. അത് കൊടുക്കാൻ അങ്ങനെ വ്യാപാരികളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ധാരണയിൽ ഉണ്ടാക്കിയെടുത്തൊരു തീരുമാനം, അതിൽ റെൻഡറിംഗ് പ്ലാനിലൊക്കെ ഭാഗമാക്കായിരുന്നു. അതിന്റെ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 1 കിലോ വേസ്റ്റിന് 5 രൂപയാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ DLFMC ചെയർമാൻ ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള ഈ ഒരു സംവിധാനത്തിലൂടെ തീരുമാനിച്ച തീരുമാനത്തിന് വിരുദ്ധമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 9 ദിവസം മുമ്പ് ഒരു മിന്നൽ പണിമുടക്ക് എന്നോളം മിനിയൂട്ടിയിലുള്ള ഒരു സൺറൈസ് എന്ന ഒരു റെൻഡറിംഗ് പ്ലാന്റ് ഒരു മുന്നറിയിപ്പില്ലാതെ, ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടി ഒരു മുന്നറിയിപ്പില്ലാതെ ആ പ്ലാന്റ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടാണ് മെയിന്റനൻസും പേരും പറഞ്ഞുകൊണ്ട് അതിന്റെ പിറകു ദിവസം തന്നെ മറ്റുള്ള റെൻഡറിംഗ് പ്ലാന്റുകാരൊക്കെ ഞങ്ങൾക്ക് ഇനി മുതൽ 10 രൂപ വേസ്റ്റിന് കിട്ടിയാലേ വേസ്റ്റ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നയപ്രഖ്യാപനം അവർ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ റോക്ക് എന്ന സംഘടനയുടെ അവർ സംസ്ഥാന കമ്മിറ്റിയുടെ ലേബലിൽ ഒരു പത്രക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് അവർ നടത്തുകയുണ്ടായി. അതേസമയം ബലിപെരുന്നാൾ അടുത്തെത്തിയതോടെ കോഴിയിറച്ചി വില കുത്തനെ ഉയരുകയാണ്. കിലോയ്ക്ക് 220 രൂപ വരെയാണ് ഇന്നത്തെ കോഴിയിറച്ചി വില. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. See